ഹലോ ഡിയേഴ്സ്, അബേലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ഞായറാഴ്ച രാവിലത്തെയാണ് കേട്ടോ. രാവിലെ ഞാൻ അപ്പം ചുടുന്നു, ചേട്ടൻ ചമ്മന്തി അടിക്കാനുള്ള തേങ്ങ ചിരകുന്നു കേട്ടോ. അപ്പോൾ രാവിലെ കടയിൽ പോയപ്പോൾ മിഠായി വാങ്ങിച്ചു കൊടുത്തില്ല പോകുന്നുണ്ട് അപ്പൂസ് അവിടെ കറഞ്ഞുകൊണ്ട് നിൽപ്പുണ്ട് കേട്ടോ. എന്നിട്ട് ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരുങ്ങി പള്ളിയിൽ പോകണം കേട്ടോ. അങ്ങനെ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ കപ്പയും വാങ്ങിക്കൊണ്ട് പോകുന്നു കേട്ടോ. അപ്പോൾ വെട്ടിക്കൂട്ട് രാവിലെ വാങ്ങിയായിരുന്നു. വെട്ടിക്കൂട്ട് വാങ്ങിയിട്ട് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ആഗ്രഹിച്ച് മോഹിച്ച് ഞാൻ ഒരു ബൊഗേമേല ചെടി വാങ്ങി കേട്ടോ. പിന്നെ ഇത് അപ്പൂസ് നട്ട ചെടിയിലാണ് വെള്ളപ്പ് പൊടിച്ച് നിൽക്കണത്. പിന്നെ ചേട്ടൻ കടയിൽ പോയിട്ട് വന്നപ്പോൾ പൂരിയുടെ പാക്കറ്റും വാങ്ങിക്കൊണ്ട് വന്നു, എണ്ണയും തണിമത്തലും വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടുകയാണേ. അപ്പോൾ വെട്ടിക്കൂട്ടും കപ്പയും ഉണ്ടാക്കാൻ പോകേണ്ടത് ചേട്ടയാണ് കേട്ടോ. ഞങ്ങൾ വന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അഭിമോളെ കൂട്ടിക്കൊണ്ട് പോന്നു. സെക്കൻഡ് കുർബാനയ്ക്കാണ് ഞങ്ങൾ പോവാറ്. വേദപാഠത്തിൻ്റെ കുട്ടികളുടെ കൂടെ കുർബാന സെക്കൻഡ് കുർബാനയാണ്. അപ്പോൾ അത് കുർബാന കഴിഞ്ഞിട്ട് തിരുവാരസഖ്യമുണ്ട്. അപ്പം ഓൾറെഡി വേദപാഠത്തിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞു 2 ആഴ്ച മുമ്പേ. അപ്പോൾ ഇപ്പോൾ അവർക്ക് സെക്കൻഡ് കുർബാന കഴിയുമ്പോൾ അവർക്ക് തിരുവാരസഖ്യമുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അഭിമോളം ചേട്ടൻ പോയി കൂട്ടിക്കൊണ്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ടോമീനെയൊക്കെ ഒന്ന് അഴിച്ചു വിട്ടു കേട്ടോ. അപ്പോൾ ടോമി അതിലൊക്കെ ഓടി നടപ്പുണ്ടേ. അവനൊരു കുഴപ്പമുണ്ട്, അവന് വെള്ളം കുടിക്കാൻ ദാഹിച്ചാൽ അവൻ പൈപ്പിൽ വെള്ളം കുടിക്കത്തുള്ളൂ. അവൻ്റെ പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്താൽ അത് കുടിക്കത്തില്ല കേട്ടോ. അവൻ കൂട്ടിക്കയറി മാത്രമേ ആ പാത്രത്തിൽ വെള്ളം കുടിക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ തയ്യൽ മെഷീൻ ഒന്ന് വൃത്തിയാക്കി എടുക്കുവാണെങ്കിൽ കുറേ പൊടിയൊക്കെ അടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുറേ എണ്ണയൊക്കെ ഇട്ട് നന്നായിട്ട് എല്ലാമൊക്കെ ഒന്ന് ചവിട്ടി കറക്കി അതിൻ്റെ എല്ലാ ജോയിൻറ്റും ഒക്കെ നന്നായിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് അനക്കി കൊടുത്ത് എന്നിട്ട് അതിന് കുറേ പൊടിയൊക്കെ അടിച്ച് കളഞ്ഞ് അങ്ങനെ കുട്ടപ്പനാക്കി എടുത്ത് കേട്ടോ. എന്നിട്ട് കുറച്ച് സ്റ്റിച്ചിങ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്തു. അപ്പോഴേക്കും ചേട്ടായി അവിടെ വെട്ടിക്കൂട്ടും കപ്പയൊക്കെ ഉണ്ടാക്കി കേട്ടോ. എന്നിട്ട് അതൊക്കെ കഴിക്കാനിരുന്നേ. പുറത്താണ് നല്ല വെയിലുണ്ട്, അതോടൊപ്പം നല്ല കാറ്റും ഉണ്ട് കേട്ടോ. കുറച്ച് ഡ്രസ്സ് ശനിയാഴ്ച രാത്രിയിൽ കഴുകിയതാണ്. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് വെയിലത്തിട്ടു. പിന്നെ ഇത് ഞായറാഴ്ചയും കുറച്ച് തുണി കഴിയായിരുന്നു, അതും വെയിലത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ കഴിക്കാനിരുന്നേ. ഇടത് കൈയല്ല വലത് കൈ കൊണ്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ വീഡിയോ എടുത്ത് ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ടാണ് ഇടത് കൈയായിട്ട് തോന്നണത് കേട്ടോ. പിന്നെ ഞങ്ങളിത് വൈകിട്ട് പാടത്ത് പോയതാണ് കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ്. ചുമ്മാ നടക്കാൻ ഇറങ്ങിയാണ്. നല്ല രസമൊക്കെ കാണാൻ കേട്ടോ സന്ധ്യ ആയപ്പോഴേ. അപ്പോൾ ഇറങ്ങിയപ്പോൾ ഇച്ചിരി ലേറ്റായിപ്പോയി, നല്ല ഇരുട്ടായിപ്പോയി. കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ച് ഇരുന്നിട്ട് പറ്റിയില്ല കേട്ടോ. അവിടെ ഒരു സൈഡിൽ വീടുകളാണ് കേട്ടോ, ഒരു സൈഡിലാണ് ഈ പാടം കാണുന്നത്. അപ്പോൾ അവിടെ ഒരു മാവ് നിൽപ്പുണ്ട്, മാങ്ങ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടിട്ട് മാങ്ങ ഒരെണ്ണം പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മുടെ ഒരു ഫ്രണ്ട് അവൾ അഭിമോളെ പൊക്കി എടുത്തേക്കുന്നതാണ് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അഭിമോൾ പൊങ്ങി കയറി 3-4 മാങ്ങയൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ മഞ്ഞപ്പൂവില്ലേ അപ്പൂസിൻ്റെ കയ്യിരിക്കുന്നത്, ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, നല്ല മണമാണ്. അപ്പോൾ ഞാൻ ആ പൂ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ പാടത്തേക്ക് വന്നത് കേട്ടോ. പക്ഷേ ഇരുട്ടായതുകൊണ്ട് ഞാൻ പൊട്ടിച്ചില്ല. ഇത് റോഡ് സൈഡിൽ നിന്നത് 2 പൊട്ടിച്ചാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം കൂടെ അവിടെ നിന്ന് കേട്ടോ. അവിടെ ചുമ്മാ നോക്കി ഇങ്ങനെ നിന്നിട്ട് അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകുന്നു കേട്ടോ. വീട്ടിൽ പോകുന്ന കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലിരുന്നുകൊണ്ട് ഇങ്ങനെ ഞാനും ചേട്ടായും കൂടെ സിറ്റ് ഔട്ട് ഇരുന്ന് ഇങ്ങനെ കാര്യം പറഞ്ഞൊക്കെ ഇരിക്കാൻ കേട്ടോ. അപ്പോഴാണ് 2 കറുത്ത പൂച്ചകൾ അവിടെ ഇരുന്നുകൊണ്ട് എന്തൊക്കെയോ ഇട്ടടിക്കുന്നേ, തൊട്ട് പേടിച്ച് പൊങ്ങി ചടിയും ഒക്കെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ എന്തെങ്കിലും ഇഴജന്തുക്കളാണോന്ന് ഇങ്ങനെ ചേട്ടനോട് ചോദിച്ചു കേട്ടോ. അപ്പോൾ ചേട്ടയെ പറഞ്ഞു എല്ലാതും എന്തെങ്കിലും പ്രാണികളെല്ലാം ആയിരിക്കും എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ ചുമ്മാ ഫോണിൽ വീഡിയോയും ക്യാമറ ഓണാക്കി ചുമ്മാ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ കാണാൻ എനിക്കൊരു പന്തികേട് തോന്നി. എന്തോരം ഇഴജന്തുക്കൾ എൻ്റെ കുഞ്ഞാണെന്ന് തോന്നി കേട്ടോ. അങ്ങനെ ഞാൻ അടുത്ത് നിന്നപ്പോൾ കാണാം അതുങ്ങൾ ഈ പാമ്പ് കുഞ്ഞാണ് കേട്ടോ. അപ്പോൾ അതിനെ വെച്ചോണ്ട് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ആ വീട്ടിൽ ചേട്ടൻ വന്നിട്ട് പിന്നെ എന്നെ പിടിച്ച്, അത് ഓൾറെഡി ചത്തതായിരുന്നു കേട്ടോ. ഓൾറെഡി ആ പൂച്ചകൾ തല്ലിക്കൊന്നതായിരുന്നേ. പൂച്ച അത് കണ്ടതുകൊണ്ടാണ് നമ്മളത് കണ്ടത് കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ കാണത്തില്ലേ. കാരണം അവിടെ എല്ലാവരും നിന്ന് കളിക്കുകയും കാര്യം പറഞ്ഞിരിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പം അവിടെ ഒരു ചേട്ടൻ പറയായിരുന്നു പൂച്ചയുടെ ഉള്ള ഒരു ഗുണം ഇതാണെന്നേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾക്ക് തലത്ത് പൊട്ടിച്ചുകൊണ്ടുവന്ന മാങ്ങയിട്ട് മാങ്ങ ചമ്മന്തി ഉണ്ടാക്കി. പിന്നെ പാലപ്പമായിരുന്നു കേട്ടോ. പിന്നെ എളുപ്പത്തിന് ചോറ് കുക്കറിൽ 2 വിസിലടിച്ച് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കുക്കറിനാണെങ്കിൽ 2 വിസിൽ വേണമെങ്കിൽ ചോറ് വേവുള്ളൂ കേട്ടോ. അപ്പോൾ ഗ്യാസിന് ലാഭമാണ്. അങ്ങനെ ചോറൊക്കെ ഉണ്ടാക്കി പാലപ്പം ചുട്ടു. പിന്നെ ചമ്മന്തിയാണ് കേട്ടോ. അങ്ങനെ മാങ്ങ ചമ്മന്തി അരച്ചു. ചേട്ടയെ 7:30 ഡ്യൂട്ടിക്ക് പോയി. അപ്പൂസിനെ സ്കൂളിൽ വിട്ടു. അമ്മൂസിന് ഇന്ന് എക്സാം ഇല്ല കേട്ടോ, നാളെ ഉള്ളൂ. വീഡിയോ ഇവിടെ നിർത്തുവാണേ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കേട്ടോ.